അപ്പൊ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഇതാണ് ട്ടാ. ഇങ്ങനെ ചെയ്സയിൽ മുട്ടി വന്നൊരു വാഹനത്തെ എങ്ങനെ പഴയ രീതിയിലേക്ക് മാറ്റാം എന്നതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോയാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാവർക്കും ത്രീ വീൽ ഡ്രൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇത് ടി വി എസിന്റെ ഒരു 2011 മോഡല് ടി വി എസ് കിങ് LPG വാഹനമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് വന്നിട്ട് ചെയ്സയിൽ ഇടിച്ചു നിൽക്കുന്ന അവസ്ഥയായിട്ടാണ് കസ്റ്റമർ വാഹനം കൊണ്ടുവന്നിട്ട്. കാരണം ഇത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ വളയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സെൻറ്റർ നേരെ മാത്രം ഓടിക്കാൻ പാകത്തിനാണ് കസ്റ്റമർ ഇത് ഓടിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർക്കിൻ്റെ സ്റ്റേ ബെൻഡ് ആകുകയും ഫോർക്കിൻ്റെ സ്റ്റേ ചെയ്സിൽ പിടിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് വിട്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ അതിൻ്റെ പൂർണ്ണ ഭാഗങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫുൾ ഭാഗം അഴിച്ചിട്ടുണ്ട്. ഹാൻഡിൽ ബാർ, ഡാഷ്ബോർഡ് എല്ലാം അഴിച്ചു കഴിഞ്ഞപ്പോൾ ഫോർക്കിൻ്റെ സ്റ്റേ വരുന്ന ഭാഗത്ത് ബെൻഡും ആ സ്റ്റേ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഭാഗമാണ് ഫോർക്കിൻ്റെ സ്റ്റേ വന്നിട്ട് ചെയ്സയിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വലിയൊരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട്. അത് അത്രയും ഭാഗം വിട്ട് ഫോർക്ക് മുകളിലേക്ക് വന്ന് പൊങ്ങിയിട്ട് നേരെ ചെയ്സയിൽ വന്നിട്ട് മൺകാട് മുട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ നല്ല രീതിയിൽ പാച്ച് വർക്കുള്ള ഒരു വാഹനമാണ് ഇത്. ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ഈ ഒരു കംപ്ലൈൻറ്റ് മാത്രം ഇപ്പോൾ തീർത്തിട്ട് ബാക്കി ടെസ്റ്റിൻ്റെ സമയത്ത് ചെയ്യാമെന്നുള്ള രീതിയിൽ ഈ ഒരു കംപ്ലൈൻറ്റ് മാത്രം ഞങ്ങളിപ്പോൾ ഇവിടെ തീർക്കുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ജാക്കി വെച്ചിട്ട് ഫ്രണ്ട് ഒന്ന് ഉയർത്തി നോക്കുക. അപ്പോൾ ഇത് എന്തോരം ഗ്യാപ്പ് വ്യത്യാസം വരുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജാക്കി വെച്ച് പൊക്കി നോക്കണ്ട. അപ്പോൾ ചെറിയൊരു കനത്തിൽ മാത്രമേ ചെറിയൊരു ഗ്യാപ്പേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫോർക്ക് തിരിക്കാനും ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കൊക്കെ ഫുള്ള് തിരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ഈ ഒരു കണ്ടീഷനിൽ എന്തായാലും ഓടിക്കാൻ പറ്റാത്ത. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് അഴിച്ചിട്ടില്ല. ഹെഡ്ലൈറ്റും ഹോൺ ഗ്രില്ലും ഹെഡ്ലൈറ്റിൻ്റെ കവറുകൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വെൽഡിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ അടിഭാഗത്ത് ജാക്കി വെച്ച് പൊക്കി വീല് ഫ്രീ ആക്കിയിട്ട് വേണം വെൽഡിങ് എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് വെൽഡിങ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയുടെ കണ്ടീഷൻ. ആ ഫോർക്കിൻ്റെ സ്റ്റേ വരുന്ന ഭാഗത്തായിരുന്നു ബെൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് പിന്നെ ഹോണിൻ്റെ അവിടെ കൂടി ചേർത്തിട്ട് വേണം വെൽഡ് ചെയ്ത് ഉറപ്പിക്കാനായിട്ട്. എന്നാലേ അതിന് നല്ലൊരു പിടുത്തം കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വെൽഡിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്ന ഒരു ഗ്യാപ്പ് കണ്ട, ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വരുന്നൊരു ഗ്യാപ്പ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായാലേ നമുക്ക് വണ്ടി ഓടിക്കാം, നല്ല സുഖമായിട്ട് ഓടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നവരെ